കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നു. പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ്. കണ്ണൻ്റെ സഹസ്രകലശ ചടങ്ങുകളെല്ലാം ഇന്നലെ വൈകുന്നേരം തുടങ്ങി. ആ സഹസ്രകലശ ചടങ്ങുകളുടെ എല്ലാം നേതൃത്വം വഹിക്കുന്ന പൊന്നുണ്ണിക്കണ്ണന് നല്ല സന്തോഷത്തിലാണ്. ആ സന്തോഷം മുഴുവൻ ഇന്നത്തെ അലങ്കാരത്തിൽ കണ്ണൻ്റെ മുഖത്ത് കാണാവുന്നതാണ്. ആ കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണനെ അലങ്കരിച്ചത് കാണാൻ എന്തൊരു ഭംഗിയാണെന്ന്. ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട മാത്രയിൽ നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിലാറാടി ആ കണ്ണൻ്റെ തിരുനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങുന്നു. ആ സോപാനപ്പടിയിൽ നിന്ന് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച ആ കണ്ണനെ തൻ്റെ മനസ്സിലേക്ക് ആവാഹിക്കുന്നു. ആ കണ്ണൻ്റെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ടാവും. ആ സ്നേഹത്തോടു കൂടിയുള്ള ഒരു വിളി, കണ്ണാ എന്നുള്ളൊരു വിളി മാത്രം മതി നമ്മുടെ കണ്ണനെ. കണ്ണൻ എത്രയും സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വരും. എല്ലാവരും ആ സ്നേഹത്തോടു കൂടി തൻ്റെ കണ്ണനെ വിളിക്കൂ. കണ്ണൻ നമ്മുടെ ഒപ്പം വരും, ഇറങ്ങി വരും. ആ കണ്ണൻ്റെ സാമീപ്യം നമുക്ക് പലപ്പോഴും അറിയുവാൻ സാധിക്കും. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിക്കാം. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് വെളുത്ത പട്ട് ഞൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും ആ സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. നാരായണ 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 ഉറക്കുറക്ക നാമം ചൊല്ലിക്കോളൂ. കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം ഉപാസിക്കുന്നത്, നിത്യവും ഉപാസിക്കുന്നത് ശ്രേയസ്കരമാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി നമുക്ക് തന്ന ഒരു വരദാനമാണ് ഈ മന്ത്രം. കലികാലത്തുള്ള ആൾക്ക് ഭജിക്കാനും ഭക്തന്മാർക്കെല്ലാവർക്കും ഭഗവാന്റെ അടുത്തേക്ക് എത്തുവാനുമുള്ള ഒരു അമൂല്യനിധി ഋഷീശ്വരന്മാർ നമുക്ക് തന്നതാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. എല്ലാവരും നിത്യ ഉപാസനയിൽ ഈ മന്ത്രം ചൊല്ലുക, ഉൾപ്പെടുത്തുക. ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യപൂർണവും സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ്സും ഉണ്ടാകുന്ന ഒരു മന്ത്രമാണ്. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. എല്ലാവരും ഈ മന്ത്രം ഉപാസിച്ചോളൂ. കണ്ണൻ നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവും. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.